അതേസമയം നിയമസഭയിൽ രാഹുലിനെ ഒഴിവാക്കണമെന്ന് ആരംഭിച്ചുകൊണ്ട് ഒരു പ്രമേയം വന്നാൽ അതിനെ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ അപ്പോൾ തീരുമാനം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. എന്തായാലും കോൺഗ്രസ് ഇതിനകത്ത് കക്ഷിയല്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നു. രാജിവെക്കണമോ എന്ന കാര്യം തങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുമോ എന്ന വിധത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. അദ്ദേഹം അത് പറയുന്നത് തങ്ങളുടെ പാർട്ടിയുടെ ആളല്ല, അതുകൊണ്ട് രാജി ആവശ്യപ്പെടേണ്ടത് എന്ന ചോദ്യത്തിൽ തന്നെ അർത്ഥമില്ല എന്നതാണ്. എന്നാൽ രാജി ആവശ്യപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തത്. അപ്പോൾ പൂർണ്ണമായും കൈവിട്ടതാണോ അല്ലയോ അതൊരു വിമർശനമായി തന്നെ നിൽക്കും. എന്തായാലും പി രാജീവ് അടക്കമുള്ളവർ, മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു എന്നതാണ്. സ്വന്തം പാർട്ടിയുടെ കാര്യം നോക്കൂ എന്നിട്ട് മന്ത്രി പറയൂ എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ നിൽക്കുന്ന മറുപടി. യെസ്, ഇതപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തനംതിട്ടയിലേതാണ്. വലിയ വലിയ പ്രതിഷേധമാണ് അവിടെ സംഭവിക്കുന്നത്. യെസ്, വളരെ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്. നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ പദ്ധതിയെ അധിക്ഷേപിച്ചതാണ് വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്തരമൊരു മറുപടി രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നതിന് കാരണവും. പൊതിച്ചോറുമായുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത്. അത് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് വൈകാരിക വിഷയമാണ്. കാരണം അവർ സംസ്ഥാനമെമ്പാടും സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ദീർഘനാളുകളായി നടത്തിവരുന്ന പൊതിച്ചോറ് വിതരണം എന്ന അവരുടെ ഒരു വലിയ പ്രവർത്തനം, അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അതിന് പിന്നിൽ മറ്റു താല്പര്യങ്ങളാണ്, മറ്റു ലക്ഷ്യങ്ങളാണ് എന്ന് മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു നീക്കം നടത്തിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതിനുള്ള മറുപടിയാണ് ഇതാ ഇപ്പോൾ രാഹുലിന് മുന്നിൽ പൊതിച്ചോറ് ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധം എന്നത് കൂടിയാണ് കാണേണ്ടത്. വലിയ പ്രതിഷേധം കൂകി വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, അസാധാരണമായ കാഴ്ചകൾ ഞങ്ങൾക്ക് ആ ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? പ്രവർത്തകരെ പ്രതിഷേധവുമായി വാഹനം തടഞ്ഞ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരിക്കുകയാണ്. അതിന് നടുവിലൂടെ വേണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആശുപത്രിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ട് ഏറെ നേരമായി അവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പൊതിച്ചോറാണ്. ആ പൊതിച്ചോറ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിട്ട് ഇവിടുന്ന് മാറുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വശങ്ങളിൽ നിൽക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നു. വാഹനം ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എത്തേണ്ട വഴി മുഴുവൻ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം പോലീസ് വിന്യാസത്തിന് നടുവിലൂടെയായിരിക്കും ഈ വാഹനം പുറത്തേക്ക് കടക്കുക. അതിന്റെ മുന്നിലും പിന്നിലും പോലീസിന്റെ അകമ്പടി ഉണ്ടാകും. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇത് പ്രതിഷേധവുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് മറുവശത്ത് തടുക്കുന്നു. പോലീസ് ഒരുപക്ഷെ ബലപ്രയോഗത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം. പോലീസ് ലാത്തി വീശുന്നു. ജനറൽ ആശുപത്രി പരിസരത്ത് പോലീസ് ലാത്തി വീശുന്നു. കാരണം വലിയ പ്രതിഷേധം, സമാനതകളില്ലാത്ത പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നു. അതിനിടയിലൂടെ വേണം രാഹുലിനെ പുറത്തേക്കിറങ്ങാൻ. ആ ശ്രമകരമായ ദൌത്യത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. പത്തനംതിട്ട ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിക്കൊണ്ടാണ് ഈ കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. പ്രതിഷേധം കനക്കുമെന്ന കാര്യം പോലീസ് നേരത്തെ ഉറപ്പിച്ചതാണ്. അതുകൊണ്ടാണ് രാഹുലിനെ പുറത്തേക്കിറക്കാൻ വൈകിയത്. കൂടുതൽ കമാൻഡോസിനെ അടക്കം, അതായത് ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള കൂടുതൽ കമാൻഡോ ഫോഴ്സിനെ അടക്കം ക്യാമ്പിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് പോലീസ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കിയതിന് ശേഷം രാഹുലിനെ പുറത്തേക്കിറക്കാനുള്ള ശ്രമമായിരിക്കും പോലീസ് നടത്തുക. 2 കിലോമീറ്റർ കൂടി മാറിയാണ് മജിസ്ട്രേറ്റിന്റെ വസതി. അവിടെ വരെ ഈ പ്രതിഷേധം നീളാനുള്ള സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. 1 മണിക്കകത്ത് രാഹുലിനെ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. 12:20 ആയിരുന്നു സമയം. അതുകൊണ്ട് ഇനി വൈകില്ല. എത്രയും പെട്ടെന്ന് രാഹുലിനെ പുറത്തേക്കിറക്കും. മറ്റ് ക്രമീകരണങ്ങളടക്കം പോലീസ് സജ്ജമാക്കി കഴിഞ്ഞു. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന് ജനറൽ ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്കിറക്കും. എല്ലാ ക്രമീകരണങ്ങളും പോലീസ് സജ്ജമാക്കിയിരിക്കുകയാണ്. പോലീസിന്റെ പുതിയ ക്രമീകരണങ്ങളാണ്. കൂടുതൽ സേനയെ പുറത്തിറക്കുന്നു. പുതിയ ഫോഴ്സിനെ പുറത്തിറക്കിക്കൊണ്ട് പ്രതിഷേധം മറികടന്നുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ആ തരത്തിലുള്ള ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അതിശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതാ പ്രവർത്തകരും പോലീസും തമ്മിൽ അവിടെ വാക്കുതർക്കമുണ്ടാകുന്നുണ്ട്. കൂകി വിളിച്ചുകൊണ്ട് പ്രതിഷേധമാണ്. എന്തായാലും പ്രവർത്തകരോട് അവിടുന്ന് പിരിഞ്ഞു പോകണം, അവിടുന്ന് മാറി നിൽക്കണം, ഞങ്ങൾക്ക് രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് എന്നതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്, ഒപ്പം BJPയുടെ പ്രവർത്തകരുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധമാണ്. ഡിവൈഎഫ്ഐ ആവട്ടെ പൊതിച്ചോറ് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് രാഹുലിന് മുന്നിൽ നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അതിശക്തമായ നീക്കമാണ് സംഭവിക്കുന്നത്. പത്തനംതിട്ടയിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്നു. ശശിനാരായണൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശശിനാരായണൻ, മജിസ്ട്രേറ്റിന്റെ വീടും ഈ ആശുപത്രിയും തമ്മിൽ എത്ര ദൂരമുണ്ട്? അവിടേക്ക് എത്തിച്ചാൽ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമോ?
അതിശക്തമായ പ്രതിഷേധമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ കാണാനാവുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായിട്ട് സമയങ്ങളേറെയായി, പക്ഷേ ഇതുവരെയും പുറത്തിറക്കാൻ കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്. ഇതാണ് അവസ്ഥ. കാരണം ശക്തമായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിനിടയിലൂടെ രാഹുലിനെ കൊണ്ടുപോവുക. ഇതുവരെയുള്ള കാര്യങ്ങളിലൊന്നും കാര്യമായ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ നേരിടേണ്ടി വന്നില്ല ഈ നീക്കങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. രാഹുൽ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിക്ക് മുന്നിലുണ്ട്. അതൊരു ശശിനാരായണൻ നമുക്കൊപ്പമുണ്ട്. ശശിനാരായണൻ, ഈ ആശുപത്രിയിൽ നിന്ന് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? വൈദ്യപരിശോധന പൂർത്തിയായി, പക്ഷേ പ്രവർത്തകരുടെ പ്രതിഷേധമുള്ളതിനാലാണ് പുറത്തിറക്കാനാവാത്തത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണോ മജിസ്ട്രേറ്റിന്റെ വീട്? വേഗത്തിൽ നടപടിക്രമങ്ങൾ അവിടെ എത്തിച്ചാൽ പൂർത്തിയാക്കുമോ? സജിത്തെ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിലവിൽ മജിസ്ട്രേറ്റിന്റെ വീടുള്ളത്. അവിടെ അല്പസമയത്തിനകം തന്നെ രാഹുലിനെ എത്തിക്കും. ആശുപത്രിയിൽ വലിയ പ്രതിഷേധങ്ങൾ തുടരുന്നു. അതാണ് കാലതാമസം ഉണ്ടാകുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിക്കാനുള്ള നടപടികളാണ് ചെയ്യുന്നത്. ഇവിടെ പോലീസിന്റെ സുരക്ഷാ കാവലുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ ഡിഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ആശുപത്രി നടക്കുന്നത്. അതാണ് കാലതാമസം നേരിടുന്നത്. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടിക്രമം പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം പല സ്ഥലങ്ങളിൽ നിന്നും രാഹുലിനെതിരെ ഉണ്ടാകുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. 2 കേസുകളിൽ നിന്നും രാഹുൽ ഈ ജാമ്യം എടുക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ വെച്ച് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പല കാര്യങ്ങളും ഈ പീഡനത്തിനിരയായ യുവതികളെ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതെല്ലാം ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 3ാമതൊരു പരാതി കൂടി വരുന്നത്. ആ പരാതിയിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു നടത്തിയിരുന്നത്. ഇന്നലെ രാത്രി രാഹുലിനെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അവിടെ നേരെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് മണിക്കൂറുകൾ, ഏകദേശം ഒരു രാവിലെ പുലർച്ചെ 4 കൂടിയാണ് പത്തനംതിട്ടയിൽ എത്തിയത്. ഏകദേശം 4-5 മണിക്കൂർ എടുത്താണ് ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായതിനു ശേഷം ഈ റിമോട്ട് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ രാഹുലിനെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. അവിടെ നിന്നും അല്പസമയത്തും തന്നെ ഈ വെട്ടിപ്പുറത്താണ് മജിസ്ട്രേറ്റ് വസതിയുള്ളത്. അവിടെ എത്തിക്കും. ഇവിടെ പോലീസിന്റെ കാവലുണ്ട്. വരുന്ന വഴികളിലെല്ലാം പല സ്ഥലങ്ങളിലും പ്രതിഷേധം ഉള്ളതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അല്പസമയത്തിന് തന്നെ വെട്ടിപ്പുറത്തെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ രാഹുലിനെ എത്തിക്കും. അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തിക്കും. പക്ഷേ ഇവിടുന്ന് പുറത്തിറക്കണമെന്ന് മാത്രം. പുറത്തിറക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ ഈ പ്രതിഷേധത്തിനിടയിലൂടെ വേണം കടന്നു പോകാൻ. ഇപ്പോഴും പ്രതിഷേധക്കാർ അവിടെ നിന്ന് അയഞ്ഞു പോയിട്ടില്ല എന്നതാണ്. രാഹുൽ മാങ്കൂട്ടം വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിലേക്കുള്ള വീട്ടിന് മുന്നിൽ എത്താൻ കാത്തു നിൽക്കുകയാണ്. 1 മണിക്ക് മുമ്പ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിക്കേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് എത്തിക്കാനാണ് ശ്രമം. പോലീസ് കൂടുതൽ ഫോഴ്സിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിലൂടെ ആ നടപടിക്രമങ്ങൾക്കിടയിലൂടെ കൊണ്ടുവരാനാണ്, ആൾക്കൂട്ടത്തിനിടയിലൂടെ കൊണ്ടുവരാനാണ് ശ്രമം. പ്രവർത്തകരും പോലീസും തമ്മിൽ അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധക്കാർ അവിടുന്ന് പിന്തിരിഞ്ഞു പോകുന്നില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും തുടർവാദങ്ങളുമാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ചയാവുന്നത്. കാരണം രാഹുലിനെതിരെ വരുന്ന 3ാമത്തെ കേസാണ്. നിലവിലുള്ള 2 കേസുകളുമല്ല, 3ാമത്തെ ഒരു കേസാണ്. അതാവട്ടെ ഏറെ ഗുരുതരമായ കേസാണ് എന്ന് മാത്രമല്ല, തെളിവുകളടക്കം പോലീസ് ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം രാഹുലിൻ്റെ എതിരാണ്. അതുകൊണ്ടുകൂടിയാണ് നേരിട്ട് അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്തത്. ആ അറസ്റ്റ് ഇന്നലെ രാത്രി KPM ഹോട്ടലിൽ നിന്നും പാലക്കാട് നിന്നും സ്വന്തം മണ്ഡലത്തിൽ നിന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് 12:30 കസ്റ്റഡിയിലെടുത്ത് തൊട്ട് അടുത്ത നിമിഷം വേഗത്തിൽ ജില്ല വിട്ട് പത്തനംതിട്ട പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.